ഹോരാശാസ്ത്രം രണ്ടാമത്തെ അധ്യായം ഗ്രഹയോനിഭേദപ്രകരണം 8-ാമത്തെ ശ്ലോകം. മധുപിംഗളദൃക് ചതുരസ്രതനുഃ പിത്തപ്രകൃതി സകുതാൽപകച്ഛഃ തനുവൃത്തതനുർബഹുവാതകഭഃ പ്രാജ്ഞശ്ച ശശിമൃദുവാക് ശുഭദൃക്. അർത്ഥം: ആദിത്യൻ ബലവാനായിരിക്കുമ്പോൾ കണ്ണിന് തേനിന്റെ നിറവും ബലഹീനനായിരിക്കുമ്പോൾ പൂച്ചക്കണ്ണുപോലെ പിങ്കളവർണ്ണവും ഉണ്ടായിരിക്കും. ആദിത്യൻ ചതുരസ്ര ശരീരനാകുന്നു. അവനവന്റെ മാറിന്ന് ഒരു മാറ് നീളമുള്ള ശരീരത്തെയാണ് ചതുരസ്ര ശരീരം എന്ന് പറയുന്നത്. ആദിത്യന്റെ ദേഹപ്രകൃതി പിത്തപ്രധാനമാണ്. പിത്തപ്രകൃതിയാകയാൽ വിശപ്പും ദാഹവും അധികമുള്ളവനുമാകുന്നു എന്ന് വരുന്നുണ്ട്. ആദിത്യൻ തലമുടി കുറഞ്ഞവനും ആകുന്നു. ചന്ദ്രന്റെ ശരീരം ഉയരം കുറഞ്ഞതും വൃത്തം ഒത്തതുമാകുന്നു. കയ്യ്, കാല് മുതലായ അവയവങ്ങൾ ഉരുണ്ടിരിക്കുമെന്ന് സാരം. ചന്ദ്രൻ വാതപിത്ത പ്രധാനമായ ശരീരപ്രകൃതിയോട് കൂടിയവനും പ്രാജ്ഞനുമാകുന്നു. ഭൂതവർത്തമാന ഭവിഷ്യത് കാലങ്ങളിലെ സംഭവങ്ങളെ സ്മരിക്കുന്നവനെയാണ് പ്രാജ്ഞൻ എന്ന് പറയുക. പ്രജ്ഞ ത്രൈകാലികാത്മാ എന്നുണ്ട്. ചന്ദ്രന്റെ സംഭാഷണം മൃദുവായിരിക്കുന്നതും കണ്ണുകൾ മനോഹരങ്ങളായിരിക്കുന്നതുമാകുന്നു. മധുപിംഗളദൃക് ശുഭദൃക് ഇങ്ങനെ 2 പദങ്ങളെ കൊണ്ട് സൂര്യചന്ദ്രന്മാർക്ക് നേത്രകാരകത്വമുണ്ടെന്നും ആചാര്യന് അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായത്തെ നിഷേകാധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം കൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്.